പറഞ്ഞാലും ശരി, നിന്നെ ഒതുക്കുവാൻ തക്കവെന്ന ശക്തി അവന് ഉണ്ട് എന്ന് നിന്റെ ബുദ്ധി പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി നിന്റെ മേൽ വിശ്വാസമുണ്ട്, ശത്രു നിന്റെ മേൽ അടുക്കുകയില്ല. അത് രോഗമായിക്കൊള്ളട്ടെ, കടഭാരമായിക്കൊള്ളട്ടെ, പ്രതിസന്ധിയായിക്കൊള്ളട്ടെ, പ്രതികൂലമായിക്കൊള്ളട്ടെ, ഇതൊന്നും നിന്റെ അടുക്കൽ വരത്തില്ല. നിന്റെ വിശ്വാസത്തിന് മുമ്പ്, ദൈവമായിട്ടുള്ള ദൈവത്തോടുള്ള നിന്റെ വിശ്വാസത്തിന് മുമ്പ് ഒരു ശക്തി നിന്റെ നേരെ വരത്തില്ല. വിശ്വസിക്കുന്നവർ കരപറ്റിയതിന് സ്തോത്രം ചെയ്താണ്. ഇന്ന് രാത്രി വിശ്വാസം മുറുകെ പിടിച്ചതാണ്. ശത്രുവേ, എന്റെ തലയ്ക്ക് പിന്നെ വരത്തില്ല. പ്രതികൂലമേ, നീ എന്റെ തലയ്ക്ക് പിന്നെ വരത്തില്ല. രോഗമേ, നീ എന്റെ തലയ്ക്ക് പിന്നെ വരത്തില്ല. എനിക്കെന്നെ ഭരിക്കാൻ കഴിയത്തില്ല, എന്നെ കാൽക്കീഴിലാക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ ദൈവമായവനാണ്, ഞാൻ യേശുവിന്റെ പിന്നാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ ശത്രുവിനേക്കാൾ വലിയവനാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പ്രതികൂലമാണ് വലുതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതികൂലം വലുതല്ല, പ്രതികൂലം വലുതല്ല. നീ വിശ്വസിക്കുക, യേശുവാണ് വലിയവൻ. ഒരിക്കൽ യേശുവില്ലാത്ത പടകിൽ ശിഷ്യന്മാരും പത്രോസിന്റെ നിയന്ത്രണത്തിൽ ശിഷ്യന്മാർ പടകിലൂടെ സമുദ്രത്തിലൂടെ യാത്ര പുറപ്പെട്ടപ്പോൾ പെട്ടെന്ന് ഇര തള്ളിക്കയറി. അതായത് അപ്പം തന്നെ പടകിലിരുന്നു കൊണ്ട് ശിഷ്യന്മാർ കണ്ടു, ഏതോ ഒരു വ്യക്തി കടലിന്റെ മീതെ നടന്നു വരുന്നത് കണ്ടു. അമ്മേ, പ്രതികൂലമാകുന്ന സമുദ്രത്തിനകത്ത് പ്രതികൂലത്തിൽ വട്ടം ചുറ്റുന്ന പടകിനകത്തിരുന്നുകൊണ്ട് ഞങ്ങളിപ്പോ നശിക്കുമേ, ഞങ്ങളെ രക്ഷിക്കുവാൻ ആരുമില്ലേ, പ്രാണനാഥൻ ഞങ്ങളെ പടകിലില്ല, ഞങ്ങളെ പടക് മുങ്ങുമേ എന്ന് പറഞ്ഞ് നെഞ്ചുപൊട്ടി വിളിച്ചപ്പോൾ അവർ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒരു വ്യക്തി സമുദ്രത്തിലൂടെ നടന്നു വരുന്നു. ഉടനെ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഭൂതം 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 എന്ന് പറയുന്നില്ലേ? അമ്മേ, അവിടെ പടകിനകത്ത് ഒരു വെളിയുണ്ടായി. ഭൂതം 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 എന്നൊരു വെളിയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു, വെള്ള വസ്ത്രം ധരിച്ചോണ്ടാണ് വന്നേ. ലരിയ എന്നാൽ രാത്രി 12 മണിക്കൊക്കെ പുറത്തിറങ്ങുമ്പോ വെള്ള വസ്ത്രം ധരിച്ച് ആരെങ്കിലും ഇരിക്കുമ്പോഴെന്ന പിന്നെ വെളുപ്പാൻ കലർന്നൊരു ശ്വാസം വരത്തില്ല. ലരിയ പിന്നെ ആരെങ്കിലും ഈ കാഴ്ചകളുടെ മുഖത്ത് വെള്ളം തളിച്ചാലേ അവ എഴുന്നേൽക്കത്തുള്ളൂ. ചിലപ്പോൾ ആ പോക്കിൽ തന്നെ പ്രാണന് പോവാൻ സാധ്യതയുണ്ട്. അമ്മേ, ഇവിടെ യേശു വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ശുക്ര വസ്ത്രമൊക്കെ ധരിച്ചിങ്ങനെ നടന്നു വന്നപ്പോ ഗവൺമെന്റ് എല്ലാം തെറ്റിദ്ധരിച്ച് ഭൂതം 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 എന്ന് വിളിച്ചു. യേശു പറഞ്ഞു, എടാ ഭൂതമല്ലടാ, നീ പേടിച്ച പ്രതികൂലത്തെ ചവിട്ടാനാ വന്നത്. ഹല്ലേലൂയ. വെളിപ്പാട് മനസ്സിലായ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി നിന്റെ പടകിലിരുന്നു കൊണ്ട് നീ കാണുന്ന പ്രതികൂലത്തെ നസ്തനായ യേശു ചവിട്ടിക്കഴിഞ്ഞു. നീ ഭയപ്പെടേണ്ട. You got fear. I am with you. Jesus said, you got fear. I am with you. നിന്റെ പടകിൽ ഞാനുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്. നിന്റെ പ്രതികൂലത്തെ നീ നേരിടണ്ട. നിന്റെ പ്രതികൂലം എന്റെ കാഴ്ചയിലാണ്. നീ ഭയപ്പെടുന്ന എന്തുമായിക്കൊള്ളത് അത് നസ്തനായ യേശുവിന്റെ കാഴ്ചയിലാണ്. കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി വിടുതലാണ് നിന്റെ മുമ്പിൽ വലുതെന്ന് നീ ചിന്തിക്കുന്ന പ്രതികൂലം ഇന്ന് രാത്രി ചവിട്ടുകയാണ്. അങ്ങനെ പറയുമ്പോൾ ആ മകളെ സാധുവിനെ സകല പ്രതികൂലത്തെ ചവിട്ടുകൊള്ള ഈ യാത്രക്കാർ നിങ്ങളെ കഴിവ നിങ്ങളെ കഴിവ നിന്റെ രക്തത്തിൽ ജീവിതത്തിൽ അപായമില്ല. ശക്തിയുടെ വിളച്ചി അപായപ്പെടുന്നു. നിന്നെ എഴുന്നേൽപ്പിക്കുക. ദൈവം ശക്തനാണ്. അപ്പോ അതിന്റെ പ്രതികൂലം അത് സമുദ്രത്തോളം വലിപ്പമുണ്ടായിരുന്നാലും അതെന്റെ തമ്പുരാന്റെ കാഴ്ചയിലാണ്. വിശ്വസിക്കുന്ന ഒരാളെയും പറഞ്ഞു. ലലുയ. അപ്പുറത്ത് സഞ്ചരിക്കുന്നവരോട് പറയാം, സഹോദരി, നിന്റെ പ്രതികൂലം സമുദ്രത്തോളം വലിപ്പമാണെങ്കിൽ എന്റെ യേശുവിന്റെ കാഴ്ചയിലാണ്. പറയാം, ഒന്ന് പറഞ്ഞേ, അങ്ങോട്ട് കൈകൊടുത്ത് പറയാം. നിന്റെ പ്രതികൂലം സമുദ്രത്തോളം എന്റെ ദൈവം അങ്ങോട്ട് മോത്തോളമാക്കി പറ. തിരിച്ചോട് പറ, നിന്റെ പ്രതികൂലം മതിയെന്നോ. ഒന്ന് പറഞ്ഞേ, വിദേശത്തുനിന്ന് ആളുകളൊക്കെ വന്ന് പറയിപ്പിച്ചാലേ പറയുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, നിന്റെ പ്രതികൂലം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കെട്ടുപൊട്ടിയ സത്യം. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്തുള്ള വലിയ പ്രതികൂലം പൊട്ടിപ്പോകാൻ പോവുക. നിന്റെ പ്രതികൂലം നിന്റെ പ്രതികൂലം പറ. നിന്റെ പ്രതികൂലം സമുദ്രത്തോളം വലിപ്പമുണ്ടായിരുന്നാലും അത് കർത്താവിന്റെ കാൽക്കീഴിലാണ്. 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 വിശ്വാസം
ഞാൻ നേരത്തെ പറഞ്ഞത് വിശ്വാസത്തിന്റെ വഴിയുമായി എടുത്തോണ്ട് നിന്നേന്ന് മോശം. നിനക്ക് വിശ്വാസമുണ്ടോ? രാത്രി ഞാൻ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഞാൻ പറയുന്നു, ചൊവ്വാഴ്ചയിലുള്ള ഈ മീറ്റിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആയി മാറും, വിടുതലിന്റെ ശുശ്രൂഷയായിട്ട് മാറാമെന്ന് പരിശുദ്ധമായി രാത്രിക്കാരൻ പറയുന്നു. നിന്റെ അടുത്തിരിക്കുന്നവന്റെ രോഗം നിന്നിലൂടെ ശക്തി പുറപ്പെട്ട് മാറിക്കോ. ഇതിനകത്തിരിക്കുന്ന ഒരു അഭിഷേകം പ്രാപിച്ചു. നിന്റെ അടുത്തിൽ ആരാധിക്കുന്നവരുടെ രോഗം നിന്റെ ആരാധനയുടെ ശക്തിയുടെ മുമ്പ് കീഴടക്കും. സകല രോഗത്തിന്റെ പ്രതികൂലങ്ങൾ ശക്തിയോടെ. അപ്പോൾ ശിഷ്യന്മാരിങ്ങനെ ഭയന്നു. പ്രതികൂലമാണ് വന്നതെന്ന് മേടിച്ചു. യേശു പറഞ്ഞതാണ്, ഞാൻ ചവിട്ടി എന്റെ കാൽക്കീഴിലാണ്. ഇന്ന് രാത്രി നിന്റെ മേലിരിക്കുന്ന അഭിഷേകം ഇതിന്റെ മുമ്പിൽ ചില പ്രതികൂലങ്ങൾ നിന്റെ കാൽക്കീഴിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ചിന്തിക്കുക, അന്ന് യേശു ജഡരൂപമെടുത്ത് ഈ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പടകിലിരുന്നപ്പോ യേശു പ്രതികൂലത്തിൽ ചവിട്ടി വന്നത്. ഇപ്പോൾ യേശു ഇല്ലല്ലോ എന്നുള്ള വിശ്വാസത്തിന്റെ മുമ്പിലായിരിക്കാം നീ. എന്നാൽ അതിനെ തിരുത്തിക്കൊണ്ട് അമ്മേ പൗലോസ്ലിഹയ്ക്ക് ഒരു വെളിപ്പാട് കിട്ടി. എന്താണ്? കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതെന്ത് വെളിപ്പാടാണ്? പഴയ നിയമത്തിൽ ജനം കണ്ടത്, പഴയ നിയമ അധ്യായങ്ങളിൽ ജനം ദൈവത്തെ കണ്ടത് തീയായിട്ടാണ്. ഏതൊക്കെ ഭാഗമെടുത്ത് നോക്കിയാലും അവിടെ അവൻ തീയിൽ വെളിപ്പെട്ടു. മോശയുടെ മുമ്പിൽ മുൾപ്പടർപ്പിൽ തീയിൽ വെളിപ്പെട്ടു. ഓരോപ്പിൽ അവൻ തീയിലിറങ്ങി. തീരായിൽ അവൻ തീയിലിറങ്ങി. അവന്റെ സാന്നിധ്യ പുകപോലെ ആലയത്തിൽ വന്നു. അവിടെയും വെളിപ്പെടുന്നു തീയാണ്. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ യോഹന്നാൻ സുവിശേഷം അതിൽ പറയുന്നു, അവന് ശരീരം വന്നു. അടുത്ത ലേഖന പുസ്തകത്തിൽ വന്നപ്പോൾ അവൻ ആത്മാവായി. ശക്തിയോടെ എന്നൊരു വെളിപ്പാട് പറഞ്ഞു. ഞാൻ മുന്നോട്ട് വെളിപ്പാട് പറയുക കൃപയാ, ദൈവത്തിന്റെ ആത്മാവും. ഇവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഓരോ വെളിപ്പാട് വരും. അതിൽ യാതൊരു ഒരു വെളിപ്പാട് ഞാൻ രാത്രി നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്ന്, പഴയ നിയമത്തിൽ അവൻ തീയായി വെളിപ്പെട്ടു. പുതിയ നിയമത്തിൽ അവൻ ശരീരമായി വെളിപ്പെട്ടു. ലേഖന പുസ്തകത്തിൽ വന്നപ്പോൾ അവൻ ആത്മാവായി വെളിപ്പെട്ടു. വെളിപ്പാടിൽ വന്നപ്പോൾ അവൻ തീയാണ്. അവൻ ശരീരമുള്ളവനാണ്. അവൻ ആത്മാവാണ്. എല്ലാ രൂപങ്ങളും ഒരുമിച്ച് ചേർന്നുവെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ അവൻ അവതരിച്ചു. അവനെ വായിച്ചു